മലയാളി ബ്ലോഗ് ഇന്ന് ഫുഡ് ഓൺ റോഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് നമ്മൾ ഇന്ന് ചെന്ന് എത്തിയിരിക്കുന്നത് ഷൊർണൂർ പൊതുവാ ജംഗ്ഷനിലുള്ള കാലിക്കറ്റ് ബിരിയാണി ആൻഡ് ഫ്രൈ എന്ന് പറഞ്ഞ ഷോപ്പ്. ഷൊർണൂർ സെറ്റിൽഡ്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ശരിക്കും, അല്ലെങ്കിൽ കാലിക്കറ്റുമായിട്ട് എന്തെങ്കിലും വല്ല ബന്ധങ്ങളോ അല്ലെങ്കിൽ ഫാമിലി അവിടെ എന്തായിരുന്നു? അല്ല, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാലിക്കറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ഒരാളായത് കാരണം കാലിക്കറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന കാലിക്കറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലീസോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഭക്ഷണപ്രിയരുടെ ഒരു സ്ഥലമാണ് കാലിക്കറ്റ്. കാലിക്കറ്റ്, കണ്ണൂർ ആ ഭാഗങ്ങളെല്ലാം അല്ല, കണ്ണൂർ കാനാദാപുരം എല്ലായിടത്തും നല്ല ഭക്ഷണങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഭക്ഷണപ്രിയരുടെ സ്ഥലമാണ്. അതായത് നമ്മൾ കാലിക്കറ്റ്, കണ്ണൂർ ആ ഭാഗങ്ങളിലല്ല, കണ്ണൂർ കാനാദാപുരം എല്ലായിടത്തും നല്ല ഭക്ഷണങ്ങളുടെ സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ പോയ സ്ഥലങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഞാൻ ഒരു ഭക്ഷണപ്രേമിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എല്ലാ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽ കിട്ടുന്ന അപ്പോൾ അത് എസ്പെഷ്യലി ബിരിയാണി, കാലിക്കറ്റ് ബിരിയാണി ഒരു കൺസെപ്റ്റ് വന്നു. കാരണം നമുക്കൊരു ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഇതൊക്കെ നോക്കിയിട്ട് ഫുഡ് എന്നുള്ള നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ, മായം ചേർക്കാത്ത ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിൽ, റീസണബിൾ പ്രൈസിൽ, നല്ല വൃത്തിയിൽ, ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു ഭക്ഷണപ്രിയനാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ വരുന്ന സ്ഥലം, അതേപോലെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ അതിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളായത് കാരണം നമുക്ക് ആ ഒരു ഐഡിയ വരും. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുക. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സ് നിറയ്ക്കാൻ പറ്റുക. അങ്ങനെയാണോ? അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭക്ഷണത്തിനോട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല ഭക്ഷണം അതേപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനും നമുക്കൊരാഗ്രഹം. പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ കാണുന്ന നെഗറ്റീവ്സ്, ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് അതായത് നമ്മൾ ആ ഒരു ക്ലിയറിൽ എത്തിയിട്ടില്ല. കാരണം ബിഗിനിങ് സ്റ്റേജാണ്. കാരണം പല വിഷയസൊന്നും കയറി ഇപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാറ്. ഇനി അഥവാ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ തന്നെ അവർ നമ്മളെ തിരുത്തി തരാം. ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെ ആയിട്ട് നമ്മളത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. കാരണം അവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളോട് വലിയ നമുക്ക് അവർ വന്നാൽ കാരണം നമുക്ക് ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ പഠിച്ച കൂടത്തിൽ ഷൊർണൂരിൽ ഒരുപാട് ഹോട്ടൽസ് ഒന്നും ഉണ്ടായിട്ടില്ല, വളരെ കുറവാണ്. നമ്മളിവിടെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഹോട്ടൽസ് വന്നു. പലരും കൂട്ടി പോകുന്നുണ്ട്, പലരും ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോഴും അതേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പാർട്ണർഷിപ്പ് ലെവലിൽ ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സെയിം പേരാണ്, കാലിക്കറ്റ് ബിരിയാണി അതെ സെയിം. അദ്ദേഹം വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ എന്തോ തിരക്ക് കാരണം എത്താൻ പറ്റിയില്ല. ഫൈസൽ എന്നാണ് പേര്, പ്രവാസിയാണ്. 14 വർഷത്തെ പ്രവാസ ജീവിതം അങ്ങനെ പറയാം. പ്രവാസികൾക്ക് ഏത് ബിസിനസ് കൊടുക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഏത് ബിസിനസ് പാഷൻ, അതായത് അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളായത് നന്നായി ചെയ്യും. അപ്പോ ഒരു കുഴപ്പമില്ല. അത് ഈ ബിസിനസ്സിൽ മെയിൻ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ബിസിനസ്സിൽ നിന്നല്ല, ഏത് ബിസിനസ്സിലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഓണർക്ക് ചെറുതായിട്ടില്ല, ആ ഒരു സിറ്റുവേഷൻ
എംപ്ലോയീസിനെ ഞാൻ പറഞ്ഞു എംപ്ലോയീസ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എംപ്ലോയീസിനെ നമ്മളിവിടെ നല്ല സഹകരണം. കാരണം അതും ഞാൻ പറഞ്ഞില്ലേ, പല ഹോട്ടലുകളിലും നമ്മൾ ഭക്ഷണം ഈ ഫീൽഡിൽ വരുന്നതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഓണേഴ്സും എംപ്ലോയീസും തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ചിലപ്പോൾ ഓണേഴ്സ് എപ്പോഴും ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ എംപ്ലോയീസ് നമ്മൾ കൈ കഴുകാനോ വാഷ് ബേസിലൊക്കെ പോകുമ്പോൾ എംപ്ലോയീസ് മുതലാളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ആ ഫുഡിലൊക്കെ നമുക്ക് ഏത് രീതിയിലുള്ള റിസൾട്ടാണ് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് തന്നെ അപ്പോൾ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ഷെഫ് മുതൽ ക്ലീൻ സ്റ്റാഫുകൾ വരെ നമ്മളെ മുലയിലൊന്നും വിളിക്കില്ല, സജിക്കാൻ തന്നെ വിളിക്കാറ്. വളരെ വളരെ കമ്പനിയാണ് കൂട്ടായ്മ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യം വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വലിയ കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മുടെ കൂടെ അതവർ ജോലി അല്ലെങ്കിൽ സാലറി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമല്ല, നമ്മൾ നൽകുന്ന ആ ഒരു ബന്ധം അതൊന്നും കൂടി ഈ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് പോയ സ്റ്റാഫുകളാണെന്ന് വെച്ചെങ്കിൽ പല കാരണങ്ങളുണ്ടോ, തെറ്റിദ്ധാരണകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ പോയ സ്റ്റാഫുകളാണെന്ന് അവർ വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഇവിടെ ഉള്ളൂ. എത്രയോ ആളുകൾ ഒന്ന് പോയവരുണ്ട്, വീണ്ടും തിരിച്ചു. അപ്പോൾ അവർ വേറെ എവിടെയും വർക്ക് ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ആ ഒരു ഫീലിംഗ് കിട്ടാത്ത കാരണമായിരിക്കും. കാരണം ഒരു നിമിഷത്തിൽ തോന്നിയൊരു കാര്യം പ്രതീക്ഷിച്ചു. അപ്പം അത് നമ്മൾ സന്തോഷമാണ്. നമ്മളവരെ തിരിച്ച് നമ്മൾ റിജക്ട് ചെയ്യത്തില്ല. കാരണം അവർ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു. ചിക്കൻ ചട്ടിക്കൽ ഇത് നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുമോ അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ റൺ ചെയ്തുകൊണ്ട് അതായത് ഒരേ ലെവലിൽ കസ്റ്റമേഴ്സിൻ്റെ ഐറ്റമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടെങ്കിൽ വകഭേദങ്ങളുണ്ട്. ഇത് കുത്തുപൊറാട്ട. കുത്തുപൊറാട്ട പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ളതാണ്. ഇതിലും ഞാൻ തമിഴ്നാട്ടിലാണ് കൂടുതൽ കുത്തുപൊറാട്ട എന്ന് പറയുന്നത്. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ മാത്രം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു മുന്നേ. പിന്നെ നമ്മളത് ഈ പല സ്ഥലങ്ങളിലും പോയൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ എവിടെയോ കണ്ട് കിട്ടിയ ഒരു ഐഡിയ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും പൊറോട്ടയിൽ കൊടുക്കും. അല്ല, പൊറോട്ടയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം കൊടുക്കും. നമ്മളെല്ലാ ഐറ്റംസും അല്ലേ, ഒന്ന് മാത്രമല്ല. ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ദോശയാണെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും ഇല്ല, നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് തീരുമാനം. ഇതാണ് നമ്മുടെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. നല്ല കാര്യം, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഫുഡുകളുണ്ട്, നമുക്ക് കൂടുതൽ എപ്പിസോഡുകൾ അത് കാണാം. അപ്പോൾ ഇന്ന് വിട പറഞ്ഞു പിരിയുന്നു.
നിങ്ങളുടെ സ്വന്തം ബിജു.